റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നൽകിയ വാഗ്ദാനങ്ങൾ ഇതാ ഞങ്ങൾ പാലിച്ചിരിക്കുന്നു, ഇനി ഞങ്ങൾ നൽകുന്ന വാഗ്ദാനങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വോട്ടിനിറങ്ങുന്നത്. മാത്രമല്ല, ഒരു നെഗറ്റീവുമില്ലാതെ, ഒരു അഴിമതി കഥ പോലുമില്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് വോട്ട് ചോദിക്കുന്ന ആദ്യത്തെ സർക്കാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? LDF സർക്കാർ. ഒരു അഴിമതി കഥ പോലുമില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്കറിയാം, പത്രമാധ്യമങ്ങൾ, മീഡിയകൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇടത് വിരുദ്ധമായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഈ സർക്കാർ വിരുദ്ധ, ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ, തെറ്റായ പ്രചാരണങ്ങൾ മീഡിയകൾ നിരന്തരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഗുണഭോക്താക്കളായി വരേണ്ടിയിരുന്ന കോൺഗ്രസും UDFും എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കേരള ജനങ്ങൾക്ക് മുമ്പിൽ വ്യാജം പറയുന്ന, കളവ് പറയുന്ന, വികസന പ്രവർത്തനങ്ങളെ മുഴുവനും എതിർക്കുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രതിപക്ഷ നേതാവ് നിരന്തരമായിട്ട് പറയുന്ന എന്താ? തുരങ്കപാതയെ ഞങ്ങൾ എതിർക്കും, തീരദേശപാതയെ എതിർക്കും, മലയോര പാതയെ എതിർക്കും, വികസന പ്രവർത്തനങ്ങൾ എന്ത് കൊണ്ടുവന്നാൽ അതിനൊക്കെ ഞങ്ങൾ എതിർക്കും എന്ന് പരസ്യമായിട്ട് ജനങ്ങളിൽ ഇരുന്ന് പറയുകയും നിരന്തരമായിട്ട് കളവ് പറയുകയും നുണ പറയുകയും ചെയ്യുന്ന ഈ കോൺഗ്രസിനെയാണോ നമ്മൾ ഇടതുപക്ഷത്തിനെതിരെ ഭരണത്തിലേറ്റാൻ പോകുന്നത്?